ഹായ് ഓൾ, നമ്മുടെ വെരി ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ക്രോ ആൻഡ് ദ ഡിയർ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കോണ്ടന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ എന്തുണ്ട്, നമ്മുടെ ദ ക്രോ ആൻഡ് ദ ഡിയറിനെ പറ്റിയിട്ടുണ്ട്. നൗ നിങ്ങൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മൾ കൂടുതലും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് നോക്കാം. ഓക്കെ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക? 3 ടൈപ്പ്. ഒന്ന്, ഒരു റീഡിംഗ് പാസേജ് ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഒന്ന്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ സ്റ്റോറി ഓർത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ എന്താണ് ഒരു സ്റ്റോറിയിൽ സംഭവിച്ചത്, റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വരിക. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ പോകെ തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ക്രോ ആൻഡ് ദ ഡിയർ. In a calm and serene forest, there existed a delightful friendship between a wise crow and a gentle deer. അപ്പോൾ ഒരു വൈസ് ക്രോ ആൻഡ് ഒരു ജെൻറ്റിൽ ഡിയർ തമ്മിൽ, ഒരു വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ എന്താ പറയുക, വൈസ് ആയിട്ടുള്ള കാക്കയും അതേപോലെ വളരെ ജെൻറ്റിൽ ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാനും തമ്മിൽ എന്തുണ്ടായിരുന്നു, വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. Their companionship was as enduring as the ancient trees that surrounded them. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് പരസ്പരം എന്തായിരുന്നു, വളരെ എൻഡ്യൂറിങ് ആയിരുന്നു അല്ലെ, വളരെ അധികം തമ്മിൽ മനസ്സിലാക്കി നിലനിന്ന് പോകുന്ന ഒരെണ്ണമായിരുന്നു. അവിടെയുള്ള ഏൻഷ്യൻ ട്രീസിനെ പോലെ, അവിടെയുള്ള പഴയ ട്രീസിനെ പോലെ തന്നെ ആയിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ്. സ്ട്രോങ് ആയിരുന്നു, ഡീപ്പ് റൂട്ടഡ് ആയിരുന്നു. ഓക്കെ, however, amidst this harmonious duo, a cunning and relentless fox harbored a sinister desire to savor the plump and healthy deer as his delectable lunch. അപ്പോൾ എന്താ ഉണ്ടായത്, ഇതിൻ്റെ ഇടയ്ക്ക്, ഓക്കെ, ഇവർ തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് ആര് കയറി വരുന്നുണ്ട്, വളരെ കണ്ണിങ് ആയ, വളരെ എന്താ തന്ത്രശാലിയായ, കൂർമ്മ ബുദ്ധിയുള്ള നമ്മുടെ ഫോക്സ് അല്ല, ഇറ്റ്സ് ആക്ച്വലി ജക്കാൽ. ഓക്കെ, അപ്പോൾ ഒരു ഫോക്സ് അതിലേക്ക് കയറി വരുന്നുണ്ട്. അതെന്താണ്, ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി. അതിന് എന്ത് വേണമായിരുന്നു, അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഫ്ലഷി ആയിട്ടുള്ള അല്ലേ, പ്ലംപ് ആയിട്ടുള്ള, പ്ലംപ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ തടിച്ച് നല്ല ഫ്ലഷ് ഒക്കെ ഉള്ള ആ ഡിയറിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോക്സ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് അടിച്ചു കയറി വരുന്നത്. To achieve the sinister goal, the fox hatched a crafty plan to knock down their trust. This is the timeless story from Hitopadesha, where friendship is tested, deceit lurks in the shadows, and the bond between the crow and the deer is put to the ultimate test. അപ്പോൾ ഈ ഒരു സ്റ്റോറി എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഹിതോപദേശയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഹിതോപദേശയിൽ നിന്നിട്ടാണ് ഈ ഒരു സ്റ്റോറി എടുത്തിട്ടുള്ളത്. ആരുടെ ഫ്രണ്ട്ഷിപ്പാണ്, ഒരു വൈസ് ക്രോ ആൻഡ് ജെൻറ്റിൽ ഡിയറിൻ്റെ ഫ്രണ്ട്ഷിപ്പാണ്. ആരാണ് അതിൻ്റെ ഇടയിൽ കയറുന്നത്, ഇറ്റ്സ് കണ്ണിങ് ആൻഡ് റെലൻറ്റ്ലെസ് ഫോക്സ് അല്ലേ, വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ റെലൻറ്റ്ലെസ് ആയിട്ടുള്ള വേർഡ്സ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, കണ്ണിങ് ആൻഡ് റെലൻറ്റ്ലെസ് ആയിട്ടുള്ള ഫോക്സ് ആണ് അതിൻ്റെ ഇടയിൽ കയറുന്നത്. ആൻഡ് അതെന്താ ചെയ്യുന്നത്, അതൊരു പ്ലാൻ ഹാച്ച് ചെയ്യാണ് അല്ലേ, ഒരു പ്ലാനും കൊണ്ടുവരികയാണ്. ഇവർ തമ്മിൽ തെറ്റിച്ചിട്ട് എന്തായിരുന്നു നമ്മുടെ ഫോക്സിൻ്റെ ലക്ഷ്യം, നമ്മുടെ ഡിയറിനെ തിന്നാന്നുള്ളത്.